സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സതീഷ് കാക്കരാത്ത് രചിച്ച 4ാമത്തെ പുസ്തകം അക്ഷരജാലകം ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ ഞാൻ കവിതാ സമാഹാരം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ചുറ്റുപാട് സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും അടയാളപ്പെടുത്തേണ്ടതായ ചില ആളുകൾ, അത്തരം ആളുകളെ കണ്ടെത്തി കഴിയുന്ന രീതിയിൽ പ്രോത്സാഹനം കൊടുത്ത് അവരെ ഒരു വിധത്തിലുള്ള ചൂഷണത്തിനും വിധേയരാക്കാതെ മുന്നോട്ട് പോകുന്നൊരു സംഘടന. ഒരുപക്ഷെ പട്ടാമ്പിയിൽ ഒരു രാഷ്ട്രീയമായോ മതപരമായോ ജാതീയമായ കാഴ്ചപ്പാടുകളില്ലാതെ ഇത്തരത്തിൽ വളർന്നു വന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. നമ്മുടെ ഒരു രചന പ്രിൻ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നവരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന ചില പ്രസാധകരുടെ ഇടയിൽ അതിനെല്ലാം മാറ്റം വരുത്തി നമ്മുടേതായ ആൾക്കാരെ, ഒട്ടനവധി കഴിവുള്ള വ്യക്തികളുണ്ട്, അവർ ഇപ്പോൾ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അവർക്ക് വേദികൾ ലഭിക്കുന്നുണ്ട്, അവരുടെ രചനകൾ വെളിച്ചം കാണുന്നുണ്ട്. അത്തരം വെളിച്ചം കാണുന്ന രചനകളുടെ 100ാമത്തെ പുസ്തകമായിട്ടാണ് അക്ഷരജാലകത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട ശ്രീ സതീഷ് കാക്കരാത്തിൻ്റെ കവിതാ സമാഹാരം ഞാൻ എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അത് പ്രകാശനം ചെയ്യുകയാണ് AUPS ഞാങ്ങാട്ടിരിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. പുസ്തക പ്രകാശനത്തോടൊപ്പം അനുമോദന സദസ്സും കവിയരങ്ങും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും പ്രശസ്ത വാദ്യകലാകാരൻ, സംസ്ഥാന ഫോക്ലോർ അക്കാദമി ആൻഡ് സംസ്ഥാന സംഗീത നാടക അക്കാദമി ഭരണാംഗമായ പ്രൊഫസർ കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട് നിർവഹിക്കും. അക്ഷരജാലകം പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷനാകും. KJശ്രീ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങും. പ്രശസ്ത കഥാകാരനും മാധ്യമപ്രവർത്തകനുമായ TVM അലി പുസ്തക പരിചയം നടത്തും. അപ്പോൾ നാളെ അക്ഷരജാലകത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും അതിനോട് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് ഇപ്പോൾ അക്ഷരജാലകം ഞങ്ങൾ പുറത്തിറക്കുന്ന 100ാമത്തെ ബുക്ക് എൻ്റെ തന്നെയാണ്. അത് ഞാനെന്ന കവിതാ സമാഹാരമാണ്. ഇനി പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 40ഓളം കവിതകളാണ് ഉള്ളത്. ഈ 40ഓളം കവിതകൾ എന്ന് പറയുമ്പോൾ അത് പുതിയ കാലഘട്ടത്തിലേക്കുള്ള കവിതകളാണ്. നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കാണുന്ന സംഗതികൾ അതേപോലെ പകർത്തി വയ്ക്കുക, അതിന് വേറെ തരത്തിലുള്ള ഭാവങ്ങളോ താളങ്ങളോ ഒന്നും കൊടുക്കാതെ സാധാരണക്കാരന് വായിച്ചു പോകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന വരികളിൽ, എനിക്ക് അത്തരം കവിതകളോടാണ് ഇഷ്ടം. കുറേ മനസ്സിലാക്കാത്ത വരികൾ എഴുതി വെച്ച് ആളുകളെ രണ്ടും അല്ലാത്ത സ്ഥലത്ത് കൊണ്ടു നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ ഇരിപ്പിന് തന്നെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കവിതകൾ, അത് ജനങ്ങൾക്ക്, എൻ്റെ ഭാവനയിൽ അത് ജനങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ, മനസ്സിലാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ പ്രകാശനം അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കുന്നത്. അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകരായ ഹുസൈൻ തട്ടത്താഴത്ത്, സതീഷ് കാക്കരാത്ത്, രാമനുണ്ണി, പ്രിയങ്ക പയുത്രൻ, വത്സര ഞാങ്ങാട്ടിരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.